LS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 27ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 11/25 നമ്മൾ 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. 26 കഴിഞ്ഞു, 21 കഴിഞ്ഞു, 22 കഴിഞ്ഞു, 23 ഏകദേശം ആയില്ലേ. എന്നിട്ട് നമ്മൾ 26 അങ്ങോട്ട് കടന്നു. 26 കഴിഞ്ഞു, 25, 24 കേട്ടോ. നമ്മൾ എക്സാം ആകുമ്പോഴേക്കും ഫുള്ള് തീർത്ത് തരും കേട്ടോ. പക്ഷേ ഞാൻ ഇന്നും വീണ്ടും റിപ്പീറ്റേഷൻ പറയുകയാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ്സിലും ഞാൻ പറയും, ഞാൻ ഇത്ര ക്വസ്റ്റ്യൻ പേപ്പർ 60ഓളം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. ആ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ 60 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് 10th പ്രിലിംസിന് കയ്യിലിരിക്കണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ പെർഫെക്റ്റ് ആയിരിക്കണം. പിന്നെ നമ്മുടെ ചലഞ്ചുകളുണ്ട്, ഇതൊക്കെ മതി, ധാരാളം അല്ലേ പ്രിലിംസിനൊക്കെ ഇത്. ഓക്കെ, അപ്പൊ 11/25 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കൂടെ നോക്കാം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരാണ് അങ്ങനെ പറഞ്ഞത്? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന ക്ലാസ് മുറികളാണെന്ന് ഡോക്ടർ DS കോത്താരിയാണ് അല്ലെ. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 10-നാണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരാ പറഞ്ഞ? മെറ്റേർണിക് ആണ്. കടത്തനാട് സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര്? കുറുളി ചേകോനാണ്. കടത്തനാട് സിംഹം എന്നറിയപ്പെടുന്നത് കുറുളി ചേകോനാണ്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ്? ഡിജിറ്റൽ കോടതി കൊല്ലം ജില്ലയിലാണ്. ഗ്രീനിച്ച് സമയം, അതായത് 0 ഡിഗ്രി രേഖാംശ രേഖയില് 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? 7:30 അല്ലെ. 5:30 മണിക്കൂർ മുമ്പില് അല്ലെ. അല്ല സോറി, 5:30 മണിക്കൂർ എന്തായിരിക്കും? ഇതിലായിരിക്കും 2 PM, അതായത് 5:30 മണിക്കൂറിന്റെ വ്യത്യാസമായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഓക്കെ, താഴെ പറയുന്നതിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ധനനയം ശരിയായ പ്രസ്താവന ഇവയെല്ലാമാണ്. ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയിട്ടാണ്. ധനനയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയിട്ടാണ്. പൊതുകടം, പൊതുച്ചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ചിട്ടുള്ള നയമാണ്. ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചിട്ടാണ് വോട്ടിംഗ് പ്രായം 21-ൽ നിന്നും 18 ആക്കിയത്? 61ാമത്തെ ഭേദഗതിയിലൂടെയാണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകരയിലാണ്. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിന് മൺസൂൺ മഴ ഉണ്ടാകും, ഇടവിട്ട് വേനൽക്കാലം ഉണ്ടാകും, അങ്ങനെ മാറി മാറി വരുന്നത് നമ്മുടെ കേരളത്തിൽ അനുഭവപ്പെടുന്നില്ലേ? ലാറ്ററൈറ്റ് മണ്ണ്. ഇതിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇതിൽ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്കശാല സ്വകാര്യ മേഖലയിലെത്തിയാണ്. സ്വകാര്യ മേഖല അതൊക്കെ പഠിപ്പിച്ചു തന്നതാണ്. ഏതാണ്? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂരിലെ. ദക്ഷിണേന്ത്യയിലെ ഏതാണ്? വിശ്വേശ്വരയ്യ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമാണ്, പഴക്കം ചെന്നതാണ്, ഉറപ്പേറിയ ശിലകളാലാണ്. ഉപദ്വീപീയ പീഠഭൂമി. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ദേശീയ ജലപാത 3. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തര മഹാസമതലം. 16ാമത്തെ ക്വസ്റ്റ്യനും 17ാമത്തെ ക്വസ്റ്റ്യനും 18ാമത്തെ ക്വസ്റ്റ്യനും PSC ഡിലീഷൻ ആണ്. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. മക്കളെ ഞാൻ ഇതൊക്കെ പഠിപ്പിച്ചു തന്നതാണ്, ഒന്ന് ചെയ്തു നോക്കതൊക്കെ. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ആൻസർ C ആണ്. 1ഉം 3ഉം ശരിയാണ്. വീതി കുറവാണ് അല്ലേ. പിന്നെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. ഇവിടെ ബംഗാൾ ഉൾക്കടലല്ല, പിന്നെ ഏതാണ്? അറബിക്കടലാണ് അല്ലെ. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും വരും കൂടെ കൊടുമുടി. ഇതിൽ ആൻസർ ഇല്ല. ഓക്കെ, അപ്പൊ PSC ഡിലീറ്റ് ചെയ്തു. ചുവടെ പറയുന്നതിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധം ഇല്ലാത്തത് ഏത്? ഏതാണ്? അയ്യങ്കാളിയുമായി ബന്ധം ഇല്ലാത്തത് A ആണ് കേട്ടോ. 2 മാത്രമാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമിയാണ്, അയ്യങ്കാളിയല്ല. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചത് അയ്യങ്കാളിയാണ്. ചുവടെ പറയുന്നത് സാമൂഹ്യ. ഓക്കെ, അവിടെയുണ്ട്. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത്
49 ജൂലൈ 1. 17 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം. നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം 17 1917 ചമ്പാരൻ സത്യാഗ്രഹം. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജനാർദ്ദൻ ഡങ്കൻ. ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധം ഇല്ലാത്തത് ഏത്? 2 മാത്രമാണ്. പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും, അതല്ല. നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും. രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. ഇതൊക്കെ എന്താണ്? ഇർവിൻ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടതാണ്. സാമൂഹ്യ പരിഷ്കരമായ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനാണ്. 25 ആർക്കാണ്? കറണ്ട് അഫെയറിൽ എടുത്തു തന്നതാണ്. താഴെ ഒന്ന് കമന്റ് ചെയ്യടാ. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ മാർത്താണ്ഡവർമ്മ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഹാൻകാങ്. ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? സോവിയറ്റ് യൂണിയൻ. താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഡി ആണ്. ഇവയെല്ലാം തെറ്റാണ്. ഓക്കെ. ഇവിടെ മാലിനി ചൗധരി അല്ല, സരളാദേവിയാണ് അല്ലെ. സരളാദേവിയാണ് 1911 കൊൽക്കത്ത സമ്മേളനത്തില് ജനഗണമന ആദ്യമായി ആലപിച്ചത് സരളാദേവിയാണ്. ഇവിടെ 52 സെക്കൻഡ് ആണ് കേട്ടോ. അതുപോലെ ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വരികൾ അത് ഏതിലാണ്? വന്ദേ മാതരത്തിലാണ്. ഇതിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? സി ആണ്. 1ഉം 3ഉമാണ് ശരി. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചിട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. പിന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഓക്കെ. ഇവിടെ 3 വർഷം 65 70 വയസ്സാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ തന്നിട്ടുണ്ട്. അവയില് ചേരുംപടി ചേർക്കാനാണ്. ആൻസർ എ ആണ്. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. ഏതാണ് ആർട്ടിക്കിള്? വകുപ്പ് 17. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം, അത് ഏതാണ്? വകുപ്പ് 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 21A. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ആർട്ടിക്കിൾ 32. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. പൊതു സ്വഭാവമുള്ള കാര്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? മാൻഡമസ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 22 ഭാഷ. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. കേരളത്തിലെ ആകെയുള്ള രാജ്യസഭാ സീറ്റ്. കേരളത്തിലെ ആകെയുള്ള രാജ്യസഭാ സീറ്റ് 9. കേരള സംസ്ഥാന വൈദ്യുത വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി. ഇപ്പോഴത്തെ വൈദ്യുത വകുപ്പ് മന്ത്രി ആരാണെന്ന് താഴെ കമന്റ് ചെയ്യുക. ഞാൻ പഠിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ കമന്റ് ചെയ്യുക പറയുന്നത് കേട്ടോ. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 3. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി PSC ഏറ്റവും വലുത് ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ഇവിടെ അബ്ദുറഹിമാനാണ്. എങ്കിൽ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാ? കായികം. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല. ഞാൻ ചട്ടമ്പി സ്വാമികൾ എടുത്ത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, അത് ജില്ലയടക്കം ചോദിച്ചിട്ടുണ്ട് എന്ന്. ഏതാണ്? തിരുവനന്തപുരം. അയ്യങ്കാളി ജനിച്ചത് ഇന്നലെ പറഞ്ഞതാണ് 1863 ഓഗസ്റ്റ് മാസം 28. EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കം.
താഴെ പറഞ്ഞതിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. ഇവരൊക്കെ കേരളത്തിലാണ്. വി.ടി. ഭട്ടതിരിപ്പാട്, ചാവറയച്ചൻ വൈകുണ്ഠസ്വാമിയുടെ, മഹാദേവ ഗോവിന്ദ റാനയുടെ ദേശീയമാണ് അല്ലെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമായിരുന്ന മലയാളി ആരാ? പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയെ KM പണിക്കർ. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തരായ നേതാവിനെ തിരിച്ചറിയാം. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 27-ൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എന്റെ ജീവിതകഥ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. എന്റെ ജീവിതകഥ ആരാ? നമ്മുടെ AKG ആണ്. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ചിറ്റൂർ ശങ്കരൻ നായർ. ഇത് ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്ന സ്ഥലം വടകര. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്. ദർസാർ സാഹിബ് എന്ന് അറിയപ്പെടുന്നത് അയ്യത്താൻ ഗോപാലൻ. ബാരിസ്റ്റർ G.P. പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലയാളി മെമ്മോറിയൽ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആര്? ഷൺമുഖൻ ചെട്ടിയാണ്. പനമ്പള്ളി ഗോവിന്ദമേനോൻ, ഇക്കണ്ട വാര്യർ, നീലകണ്ഠ അയ്യർ ഒക്കെ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ വരുന്നതാണ്. കേരള സംസ്ഥാന രൂപീകരണത്തിനായിട്ട് തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. അതിൽ ഒരെണ്ണം താഴെ പറയുന്നത് ഏതാണ്? അഗസ്തീശ്വരം അല്ലേ. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. വിറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം നിശാന്തത. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ഹീമോഫീലിയ ആണ്. പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം ഇതൊക്കെ എന്താണ്? ജീവിതശൈലി രോഗത്തിൽ വരുന്നതാണ്. അടുത്തത് നിശബ്ദ വസന്തം അല്ലെ, അതായത് സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് റേച്ചൽ കേഴ്സൺ. വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം. വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം പെരിയാറാണ്. പെരിയാർ വന്യജീവി സങ്കേതം. ഇരവികുളം ദേശീയോദ്യാനം, നീലഗിരി ടൈഗർ റിസർവ്, സൈലന്റ് വാലി ദേശീയോദ്യാനം എന്നല്ലേ പറയാ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് പല്ലിന്റെ ഇനാമല്. ഏതാനും ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ടാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പകരുന്നത്. ഏതാണ് ജനിതക? ഏത് ശ്വേതരക്താണുക്കളുടെയാണ്? ലിംഫോസൈറ്റ് ആണ് കേട്ടോ. വെരി ഇമ്പോർട്ടന്റ് ആണിത്. അടുത്തത് മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? യൂറിയയുടെ നിർമ്മാണം കരളിൽ വെച്ചിട്ടാണ്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവല് പ്രിയങ്കയാണ്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് പ്രഖ്യാപിച്ചത് ആഘോഷ വർഷം ഏതാ? 23. 24 ഏത് വർഷമാണ്? 25 ഏത് വർഷമാണ്? 26 ഏത് വർഷമാണ്? നമ്മുടെ ക്ലാസ്സുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. താഴെ കമന്റ് ചെയ്യും. എല്ലാം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ താഴെ കമന്റ് ചെയ്തിട്ട് എങ്കിൽ നിങ്ങൾ പഠിച്ചത് അവിടെ പെർഫെക്ഷൻ ആയി നമുക്ക് എന്താണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അത് അപ്പം തന്നെ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയണ്ടേ. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായിട്ട് പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. 71 C ആണ്. തന്നിരിക്കുന്നത് 2, 3 മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവ് ആയിട്ടുള്ള സന്ദർഭങ്ങൾ. 2, തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി. നമ്മൾ തെങ്ങിൽ താഴെ ഇടുമ്പോൾ മേലേക്ക് പോയാലോ? നമ്മുടെ മണ്ടയിൽ തന്നെ വീഴും അല്ലേ? പറ്റില്ല. അപ്പൊ എന്താണ് ഭൂഗുരുത്വാകർഷണം? അത് അവിടെ ഒരു പ്രകൃതി പ്രതിഭാസമാണ് അല്ലേ, അത് പോസിറ്റീവാണ്. ഇനി നമുക്ക് വേറെ എന്ത് പറയാം? 2, 3 അല്ലേ. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ല് ചെയ്യുന്ന പ്രവൃത്തി. ഏറ് കൊടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും മേലേക്ക് എറിയുമ്പോൾ നമ്മളവിടെ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ എത്ര ശക്തി പ്രയോഗിക്കുന്നുണ്ടോ അത്രയും മേലെ പോകാൻ അത് എറിയുന്നത്, അതവിടെ പോസിറ്റീവാണ് അല്ലേ. ഇനി ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ F-നും P-ക്കും ഇടയിൽ വച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ F-നും P-ക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം D. വസ്തുവിനേക്കാൾ വലുത്, മിഥ്യ, നിവർന്നത്. കോൺകേവ് ദർപ്പണമാണ്. അതിന്റെ സവിശേഷതയാണ് ശ്രദ്ധിക്കണം. വസ്തുവിനേക്കാൾ വലുത്, മിഥ്യയാണ്, നിവർന്നതാണ്. മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സ് വരെ. ഇവിടെ എപ്പോഴും എക്സാം ഹാള് ഈ 0 ഒക്കെ അങ്ങോട്ട് മാറിപ്പോകും. വീടെത്തുമ്പോൾ ഒരു 0 കമ്മിയായിട്ടുണ്ടാവും, മാർക്കും പോയിട്ടുണ്ടാവും. ശ്രദ്ധിക്കണേ, 20,000 ആണ്. ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ എത്രയാണ്? 98 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാൽ അത് എത്ര കെൽവിന് തുല്യമാണ്? 310. ചലനവുമായി ബന്ധപ്പെട്ട് ശരിയായ സമവാക്യം.
u square is equal to v square minus 2as. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം. പെട്രോൾ കാറാണ്, ഡീസൽ അല്ല. രാസോർജം ഗതികോർജമാകുന്നു. സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം. സൂര്യഗ്രഹണം നമ്മൾ EMS പറയും അല്ലേ? EMS ആണ്. ചന്ദ്രഗ്രഹണമാണെങ്കിൽ എന്താ പറയുക? MES പറയും അല്ലേ? MES അല്ലേ? അപ്പൊ ഇവിടെ സൂര്യഗ്രഹണം EMS ആണ്. എർത്ത് മൂൺ എന്ത് ചെയ്യണം? നടുക്ക് വരണം. ഇവിടെ സണ്ണ്, എർത്തും സണ്ണും അറ്റത്ത് വരാം, മൂണ് നടുക്ക് വരാം. EMS സൂര്യനാണ് പറയും അല്ലേ? EMS നമ്പൂതിരിപ്പാട് EMS സൂര്യനാണ് എന്ന് പഠിച്ചാൽ മതി. അപ്പോ മൂൺ സെൻട്രൽ വരുന്നത് ഏതാ? സൂര്യനും ഭൂമിക്കും ഇടയിൽ, അത് ബുധനൊന്നുമല്ല അല്ലെ? ഇവിടെ ഏതാണ്? ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു, എ ആണ്. ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. തന്നിരിക്കുന്നത് 2 മാത്രമാണ് തെറ്റ്. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു, തെറ്റായ പ്രസ്താവനയാണ്. ജലത്തിൽ ലയിക്കുന്നില്ല. ഹൈഡ്രജന് നിറമില്ല, മണമില്ല. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ഒക്കെ എന്താണ്? ദ്വയാറ്റോമിക തന്മാത്രകളാണ്. ഏകാറ്റോമിക തന്മാത്രകൾ ഏതൊക്കെയാ? ഏകാറ്റോമികം ഹീലിയം, നിയോൺ, റെനോൺ, സെനോൺ. ഇതൊക്കെ എന്താണ്? 18ാമത്തെ ഗ്രൂപ്പിലെ ഉത്കൃഷ്ടവാതകങ്ങൾ എല്ലാം എന്താണ്? ഏകാറ്റോമിക തന്മാത്രയാണ് കേട്ടോ. ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ അങ്ങനെയുള്ളതൊക്കെ എന്താ? ദ്വയാറ്റോമിക തന്മാത്രകൾ. ബഹു അറ്റോമിക തന്മാത്രകൾ, 2ൽ കൂടുതൽ ആറ്റം ഉള്ളതാണ് ഏത്? ബഹു അറ്റോമികം. ഫോസ്ഫറസ്, സൾഫർ ഒക്കെ വരും. തന്നിരിക്കുന്നതിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഐസോടോപ്പ് ഞാൻ പറഞ്ഞത്, ടോപ്പ് ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും. ഒരേ അറ്റോമിക നമ്പറും എന്താണ്? വ്യത്യസ്ത മാസ് നമ്പർ. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ, ആൻസർ മാറിപ്പോയി, അടയാളപ്പെടുത്തിയത് മാറിപ്പോയി, ബി ആണ്. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ അറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഒരേ അറ്റോമിക നമ്പർ, വ്യത്യസ്ത മാസ് നമ്പർ. ഓക്കെ, ഇത് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമാണെങ്കിൽ അത് ഐസോബാർ. അറ്റോമിക സംഖ്യ 8 ആയ മൂലകം ഓക്സിജൻ. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്നത്തെ 2ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പൊ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡെയിലി ചെയ്തു തരാം. നിങ്ങൾക്ക് ഞാൻ എന്തായാലും എക്സാം ആകുമ്പോഴേക്കും നിങ്ങളുടെ എക്സാം ഫുൾ ഞാൻ കയ്യിൽ തരും. LGS ലെവൽ നടത്തിയിട്ടുള്ള എല്ലാ പ്രിലിംസ്, മെയിൻസിന്റെ എക്സാമിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. വീണ്ടും പറയുന്നു, ഒരു 50 ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 50 ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങളിൽ ഒരു ചോദ്യം പോലും വിടരുത്. ഒരു ചോദ്യം പോലും എനിക്ക് അറിയില്ല മിസ്സേ എന്ന് പറയരുത്. 50 ക്വസ്റ്റ്യൻ പേപ്പർ, 50 × 80, 80 ചോദ്യമാണ്. എത്രയായ? 8 40, 0 അല്ലേ? 0 0 8 40. എത്ര ക്വസ്റ്റ്യൻ പഠിക്കും? 4000 ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് പഠിക്കുന്നത്. 4000 ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഒന്നുമില്ല മക്കളെ. നിന്ന് ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ വരില്ലേ? ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.